കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലണ്ടറിലായാലും ഹീറോയിലായാലും ഇപ്പോൾ സ്വപ്നക്കിളിക്കൂട്, പിന്നെ പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കുറെ ആയിട്ട് കണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കാണാറുണ്ടോ, എന്ന് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ചിലതൊക്കെ കാണാറുണ്ട്, കാണാൻ നല്ല രസം തോന്നാറുണ്ട്. നമ്മൾ പണ്ടപ്പോഴോ ചെയ്തൊരു സിനിമ ഇപ്പൊ എനിക്ക് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തൊരു സിനിമയുടെ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മളോ വന്ന് ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ ഷൂട്ട് ചെയ്തത്, അതിന്റെയൊക്കെ ഓർമ്മകളാണ് വരാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോർ ഓഫൻ ദാൻ നോട്ട് ഒരു പ്ലസന്റ് മെമ്മറിയാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് കുറെ കുഞ്ഞു സ്വപ്നക്കൂടിലെ കഥാപാത്രത്തിന്റെ കുറെ സീനുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ, അപ്പൊ ചിലതൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് പോണ്ടിച്ചേരിയില് ചാക്കോച്ചനും ജയസൂരിയും ഞാനും ജാസ്മിനും ഭാവനയും എല്ലാവരും ഒരുമിച്ച്, വിജീഷും ഒക്കെ ഒരുമിച്ച്, ഹനീഫൊക്കെ കുറെ നാൾ സ്പെൻഡ് ചെയ്ത ആ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് ഇറ്റ്സ് എ നൈസ് റെക്കോർഡ്. അത് തോന്നാറുണ്ട്. ഈ ചോദ്യം വളരെ നേരത്തെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ട് ചോദിക്കാണ്. ഇപ്പൊ ഓണത്തിന് രാജാന്റെ ഖലീഫ് ഇറങ്ങുന്നുണ്ട്, ദുൽഖറിന്റെ 3 വർഷത്തിന് ശേഷം അയാം ഗെയിം ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നീം ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് ഈ ക്ലാഷ് റിലീസ് ഇറങ്ങുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ലാഷ് റിലീസിനെ രാജേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനും ആഘോഷിക്കാം, ഞാനും ആഘോഷിക്കാം. എല്ലാ സിനിമകളും നന്നാട്ടെ. നിങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണം ഓണം സമയത്ത്. ഇത് 3 അല്ലാതെ വേറെ ഏതൊക്കെ സിനിമകൾ? ടോക്സിക് ഉണ്ട്. എല്ലാ സിനിമയും പറ്റിയാൽ കാണോട്ടോ. നല്ല ചെലവെന്നറിയാം, പക്ഷെ എന്നാലും എല്ലാ സിനിമയും പറ്റിയാൽ കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമാണ് നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ